എല്ലാവർക്കും നമസ്കാരം. അശ്വിൻ പരവരാണ്. അക്വാ ഹെവൻ ഫിഷ് ഫാം ആൻഡ് ഫാം ടൂറിസത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അക്വാ ഹെവൻ്റെ പുതിയ കൃഷിത്തോട്ടമാണ്. പച്ചക്കറി, അത് കണക്ക് തന്നെ പപ്പായ തുടങ്ങിയവയുടെ കൃഷി ഫാമാണ്. ഇപ്പോൾ നമ്മൾ പണി നടക്കുകയാണ്. അപ്പോൾ ഇത് രാജേഷണ്ണനാണ്. നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്, പച്ചക്കറി ഫാമുകളെല്ലാം ചെയ്യുന്നത്. പുള്ളി ഒരു കള്ളിയെത്ത് തൊഴിലാളിയാണ്, അതുപോലെ തന്നെ ഒരു മികച്ച കർഷകനാണ്. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മളൊരു 300 മൂട് റെഡ് ലേഡി പപ്പായ നട്ട് തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിവിടെ ആദ്യം ചെയ്തത് എന്ന് പറയുന്നത് നമ്മളൊരു 1.5 അടി താഴ്ചയിലും അതുപോലെ തന്നെ 1 അടി വീതിയിലുമായിട്ട് നമ്മൾ 300 കുഴികളാണ് ആദ്യം എടുത്തത്. അത് കുഴികൾ തങ്ങളിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.5 മീറ്ററാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ടാമത് അടിവളമായിട്ട് നമ്മൾ ചെയ്തത് ചാണാനും അത് കണക്ക് തന്നെ കോഴിവളവുമാണ് നമ്മൾ അടിവളമായിട്ട് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പിന്നെ പപ്പായ തൈകൾ ഓരോന്നായി നട്ടിരിക്കുന്നത്. കൃത്യമായ ഗ്യാപ്പുകളിൽ നമ്മൾ അത് നട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൃത്യമായി അതിന് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് കൃത്യമായി നമുക്ക് വെള്ളം നൽകാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനമാണ് നമ്മൾ ഈ 300 മൂട് പപ്പായയ്ക്കും വച്ചിരിക്കുന്നത്. നമ്മൾ റെഡ് ലേഡി പപ്പായ നമുക്ക് ഒരു 6 മാസം കൊണ്ട് നമുക്ക് അതിൻ്റെ വിളവെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് റെഡ് ലേഡി പപ്പായയുടെ വളർച്ച എന്ന് പറയുന്നത്.